ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ധീരമായ ഇടപെടലും നടത്തിയതാണ് അവരുടെ ഇമാമത്ത്. തങ്ങൾ നേതൃരംഗത്ത് വരുമ്പോൾ ആ തങ്ങളെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അറിയണോ നിങ്ങൾക്ക്? മഹാനായ കോടമ്പുഴ ബാബ ഉസ്താദിൻ്റെ ഉപ്പ മുഹമ്മദ് മുസ്ലിയാരാണ് ആദ്യത്തെ ഗുരു. മദ്രസ പഠനം കഴിഞ്ഞ് മുഹമ്മദ് മുസ്ലിയാരിൽ നിന്ന് കിതാബ് 2 വർഷം ഓതി, പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ കിതാബ് ഓതി, അവസാനം പറവണ്ണയുടെ അടുത്തെത്തി. അതിനുശേഷം 3.5 കൊല്ലം കണ്ണിയത്ത് ഷെയ്ഖുന കണ്ണിയത്തിൽ നിന്നും കിതാബ് ഓതി. പിന്നെയും ഉയർന്ന് അവിടുന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെ അതിന് സൗകര്യമില്ല എന്ന് കണ്ട് വീണ്ടും ഷെയ്ഖുന കണ്ണിയത്തിനെ സമീപിച്ചു. കാടേരി പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തുമെന്ന് കേട്ടപ്പോൾ അവിടെയാണ് വന്നിരുന്നത്. പക്ഷേ നിർവാഹമില്ലാതെ അവിടുന്ന് കണ്ണിയത്തിനെ സമീപിച്ചപ്പോൾ കണ്ണിയത്ത് പറഞ്ഞു, ബാക്കിയാത്തിലേക്ക് വലിയൊരു ബാക്കിയാത്തിൽ പറമ്പക്കടവത്ത് അബൂബക്കർ മുസ്ലിയാർ ദർസ് നടത്തുന്നുണ്ട്, പോയിക്കോ, മോനക്ക് വേണ്ടതൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു തരും. അപ്പോഴത്തേക്കും പറമ്പക്കടവത്ത് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന EK അവർ കേരളത്തിലേക്ക് വന്ന് തളിപ്പറമ്പിലെ കുവ്വത്തിൽ ദർസ് ഏറ്റു എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പഠിക്കാൻ പോയി. ചെന്നപ്പോൾ EK പറഞ്ഞു, ഇവിടെ ദർസിൽ ചേരണമെങ്കിൽ അറബിയിൽ ഒരു ഇസ്തിമാറ, ഒരപേക്ഷ തയ്യാറാക്കി തരണം. പോകുമ്പോൾ ഒറ്റക്കല്ല, കരുവന്തുരുത്തിക്കാരനായ ആലിക്കുട്ടി മുസ്ലിയാരും കൂടെയുണ്ട്. ആ അപേക്ഷ അറബിയിൽ എഴുതി കൊടുത്തപ്പോൾ ഷറഹു തഹ്ദീബ് പലവട്ടം വായിപ്പിച്ചു. അത് വിജയിച്ചപ്പോൾ പിന്നെ കട്ടുകട്ടി മസാലകളുടെ ചോദ്യങ്ങളായി. EKയുടെ തുടക്കകാലം, ആ കാലഘട്ടത്തിലെ ചോദ്യങ്ങളും താജുൽ ഉലമ എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരവും എങ്ങനെയുണ്ടായിരിക്കുമെന്ന് ഈ തലമുറക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്രയും ശക്തമായ മസാലകളുടെ ചോദ്യങ്ങളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സുന്നിയാണോ എന്നൊരു ചോദ്യം. സുന്നിയാണോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ആ സുന്നിയാണ്. എന്താ തെളിവ്? അത് തളിപ്പറമ്പിലെ ത്വാഹ തങ്ങളോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ സുന്നിയാണോ അല്ലേ എന്നാണ് മറുപടി. അതേ പറയുന്നു, തങ്ങൾ സുന്നിയാണ്, സുസുന്നിയാണ്. ആ തങ്ങളുടെ സുന്നിയത്താണ് ഈ കാണുന്ന അച്ചടക്കമുള്ള പട. ഈ കാണുന്ന 10,000 വരുന്ന സുന്നി സമൂഹം സുന്നിയത്ത് ദാർഢ്യത്തോടുകൂടി ധീരമായി പ്രഖ്യാപിച്ച തങ്ങളുടെ അനുയായികളാണ്. സുന്നിയത്തിന് വേണ്ടി കൊക്കിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന മറുഭാഗത്തുള്ള ആളുകൾക്ക് ഈ സുന്നിയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുകയാണ്. മഹാനായ തങ്ങൾ ഇമാമത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ നേതൃത്വം വഹിക്കാൻ സമസ്തയിലേക്ക് വരുന്നത് 1956 തങ്ങൾ മുശാവറയിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുശാവറ മെമ്പറാകുന്നത്. 76 മുതൽ 13 കൊല്ലം മഹാനായ തങ്ങൾ വൈസ് പ്രസിഡന്റാണ്. പ്രസിഡന്റ് മഹാനായ ഉസ്താദ് കണ്ണിയത്താണെങ്കിലും ഉസ്താദ് വന്നാൽ പോലും, ഉസ്താദായ പ്രസിഡന്റ് കണ്ണിയത്തവർ ഹാജരായാൽ പോലും മഹാനായ തങ്ങളെ കൊണ്ടാണ് മുശാവറയിൽ ദ്വാരപ്പിക്കാറുണ്ടായിരുന്നത് എന്ന് അന്നും ഇന്നും മുശാവറയിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാൻ കഴിയും. ചരിത്രമാണത്. നീണ്ട 13 കൊല്ലം 1989 മുതൽ മഹാനായ തങ്ങൾ താജുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റാണ്. വഫാത്താകുന്ന 2014 വരെ നീണ്ട 25 വർഷം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് മഹാനായ താജുൽ ഉലമയാണ്. എന്താ ഇതിന് കാരണം? താജുൽ ഉലമയെ മറികടക്കാൻ ഒരാൾക്കും മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നിരക്കാത്തതാണെങ്കിൽ തങ്ങൾ ഉസ്താദാകട്ടെ, പ്രമാണിയാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, മന്ത്രിയാകട്ടെ, ധനാഢ്യനാകട്ടെ, പോടാവിടുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധരായ ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ സ്വത്തവകാശം കൊടുക്കരുതെന്ന് മക്കളോട് പറഞ്ഞു വെച്ച ആളാണ് മഹാനായ താജുൽ ഉലമ. മഹാനായ ശാരിയാത്തിയുടെ ആ തവഴിയിൽ അത്രത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രംഗത്ത് നിന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നു, തദഖുൽ നടക്കുന്നു, ബിദ്അത്തുകാർ ആരൊക്കെയോ മുഖേന ഇടിച്ചു കയറുന്നു, ബിദ്അത്തുകാരുമായി സമരസപ്പെട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ലാ യഖാഫു ലൗമത ലാഇബിൻ, ഒരാളെ ആക്ഷേപത്തിനെയും ഭയപ്പെടാതെ ധീരമായി തങ്ങളെടുത്ത നിലപാടാണ്
വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ എന്ന വിധത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും സമസ്തയിൽ നിന്നും ദൈന്യതയോടെ ഇറങ്ങേണ്ടി വന്നത്. ഇനിയും ഇവിടെ ഇരുന്നാൽ പലതിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് വർത്തമാനകാലത്ത് കേരളത്തിന്റെ മതരംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്തക്കകത്തുള്ള ആളുകളെ തന്നെ, സമസ്ത എന്ന് പറയപ്പെടുന്നതിന്റെ അകത്തുള്ള ആളുകളെ തന്നെ ബിദ്അത്തുകാർ മോട്ടിവേറ്റ് ചെയ്ത്, ബിദ്അത്തുകാർ കയ്യിലെടുത്ത് ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിലാണ് ഈ സമയം നമ്മളെ ഈ വർത്തമാനകാലം കടന്നു പോകുന്നത്. അപ്പൊ ആ മഹാരഥന്മാർ അന്ന് ധൈര്യപൂർവം എടുത്ത തീരുമാനം അതല്ലേ, 2 വചനങ്ങൾ താജുൽ ഉലമ സ്ഥിരമായി പറയാറുണ്ടായിരുന്നു. അതിന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ട്. പുതുതലമുറക്ക് അത് വേണമെങ്കിൽ കേൾക്കാം. ഈ ഇരിക്കുന്നവരിൽ 35 വയസ്സുള്ള ആളുകൾ, 35 വയസ്സ് മാത്രമുള്ള ആളുകൾ, അതിന് താഴെയുള്ള ആളുകൾ എന്താണ് 989 താജുൽ ഉലമ എടുത്ത നിലപാടെന്ന് അറിയണമെങ്കിൽ അതവർക്ക് ചരിത്രമറിയണം. മഹാനായ താജുൽ ഉലമ എന്തെങ്കിലും ഒരു ധിക്കാരം കാട്ടിയതല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ റൂട്ടുകൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇനി ഈ വേദിയിലിരുന്നാൽ പറ്റില്ലടാ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയെ മുറുകെ പിടിച്ചത്. ആ മുറുകെ പിടിച്ചെടുത്ത് താജുൽ ഉലമ 2 വാക്ക് പറയാറുണ്ട്. ഒന്ന് CM വലിയുള്ളനെ സമീപിച്ചു. അല്ലാഹു തആല അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് തരുമാറാകട്ടെ. CM പറഞ്ഞു, അൻത അലൽ ഹഖ്, തങ്ങൾ ഹഖിന്മലാൻ. വാക്ക് മാറ്റി പറയാത്ത CM ആണത്. അവർ പറഞ്ഞു തങ്ങൾ ഹഖാൻ, ആ ഹഖാണ് ഇന്ന് സമകാലം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി തങ്ങൾ പറയാറുണ്ട്, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയായപ്പോൾ നടന്നത് എന്താണ്? 4 വിഭാഗമുണ്ടായി. ഒന്ന് സകാത്തിനെ നിഷേധിച്ച മുർത്തദ്ദുകള്, വേറൊന്ന് സകാത്ത് നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ ഖലീഫയുടെ കയ്യിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ. തെളിവുകളൊന്നും പറയാൻ ഇവിടെ സമയമില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളോട് മാത്രമല്ല, ഖലീഫന്റെ കയ്യിൽ സകാത്ത് തരൂലാന്നോ, അവിടേക്കെത്തിയോ? ഞാൻ ഇമാമത്തിന് നേതൃത്വം വഹിക്കാൻ യോഗ്യനാണെന്നും സകാത്ത് വാങ്ങാൻ യോഗ്യനല്ല എന്നും അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് മഹാനായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ വിഭാഗത്തോടും യുദ്ധത്തിനൊരുങ്ങി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്താ അശാറ ഉമർ അലൈഹി അൻ യകുഫ അൻ ഖിതാലി മാനിഇ സകാത്തി, സകാത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ അവര്, ഖലീഫന്റെ അടുത്ത് തരൂലാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവരായിട്ടൊന്ന് സമരസപ്പെട്ട് ഒന്ന് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ, അതെന്തിനാ തഅല്ലുഫൻ ബിഹിം, അവരുമായി ഇണക്കി കൊണ്ടുവരലല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലൗ മനഊനി ഇഖാലൻ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി ലഖാതൽതുഹും അലാ മൻഇഹാ. ഈ സംഭവം പറഞ്ഞിട്ട് മഹാനായ താജുൽ ഉലമ പറയുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ വലൗ കുന്തു വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ താജുൽ ഉലമയെ നമുക്ക് വായിക്കാം. മഹാനായ താജുൽ ഉലമയുടെ ശജാഅത്താണത്, അവിടുത്തെ ധീരമായ നടപടികളാണത്. ബിദ്അത്തുകാരോട്, ബിദ്അത്തിന്റെ കക്ഷികളോട് സമരസപ്പെട്ടു പോകുന്ന ഒരു നടപടിക്കും അവിടെ നിന്ന് തയ്യാറായിട്ടില്ല. മതകാര്യങ്ങളിൽ, ദീനീ കാര്യങ്ങളിൽ, പൊതുകാര്യങ്ങളിലല്ല. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിനെ പറ്റി പരിശോധിക്കുമ്പോൾ ഉമവിയാക്കൾക്ക് ശേഷം വന്ന അബ്ബാസിയാക്കളിൽ 9ാമത്തെ ആളായിരുന്നു വാസിഖ്. വാസിഖിന്റെ കാലത്ത് തന്റെ വാപ്പയ മുഅ്തസിമിനെ പോലെ, തന്റെ എളാപ്പ മഅ്മൂൻ ചക്രവർത്തിയെ പോലെ അവരെല്ലാവരും ബിദ്അത്തുകാരായിരുന്നു, മുഅ്തസിലി വിഭാഗക്കാരായിരുന്നു. അന്ന് അവര് ഇടക്കാലത്ത് നമ്മുടെ കേരളത്തിൽ കണ്ടൊരു സംഗതിയുണ്ട്, സകല ഉസ്താദന്മാരെ കൊണ്ടും ഒപ്പിടിക്കൽ എന്നതുപോലെ അവരെന്താ ചെയ്തതെന്നറിയാമോ? അന്ന് ഇയാള് വാസിഖിന്റെ പള്ളികളിലെ ഇമാമുകളെയും മുഅദ്ദിനുമാരെയൊക്കെ ഒരു പരീക്ഷയ്ക്ക് വിധേയമാക്കണം. അവരൊക്കെ ഖൽഖുൽ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. മുഅ്തസിലി വാദഗതിയാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടി എന്നത്. അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാത്തവരെ മുഴുവനും അടിക്കുക, ഇടിക്കുക, ഒതുക്കുക, ഭേദ്യം ചെയ്യുക, അല്ലെങ്കിൽ കൊലപ്പെടുത്തുക. അത് സമ്മതിക്കാത്ത മഹാനായ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ എന്ന വലിയൊരു പണ്ഡിതനെ കൊട്ടാരത്തിൽ ഹാജരാക്കി തലവെട്ടാൻ കൽപ്പിച്ചു. തലവെട്ടിയിട്ട് അത് ബഗ്ദാദിൽ നാട്ടിയിട്ടോ, സാമുറാ പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് ഉടൽ നാട്ടിയിട്ടോ. ഈ ചരിത്രമാണ് താജുൽ ഉലമയുടെ കാലത്ത്. കയ്യിൽ മുളവടിയല്ല, കയ്യിൽ പട്ടിക കഷ്ണമല്ല,
കുന്തമാണ്, കുറുവടിയാണ്, കമ്പിപ്പാരയാണ്, തൃശൂലങ്ങളാണ്, വാളുകളാണ്. ഇതിന്റെ ഒക്കെ മുമ്പിലാണ് ആയിരക്കണക്കിന് മഹല്ലുകളിൽ ഖാലിസ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം മഹാനായ താജുൽ ഉലമയെ പിടികൂടിയില്ല. ഈ മാരകായുധങ്ങളുടെ മുമ്പിൽ ജീവൻ പോകേണ്ടി വരുമോ എന്ന് താജുൽ ഉലമയെ പിടികൂടിയില്ല. ധീഷണമായ ധീരമായ ഇടപെടൽ അള്ളാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട്, ആ ബുഖാരി സാദാത്യങ്ങളെ ബറക്കത്ത് കൊണ്ട്, ആ നേതൃത്വത്തിന്റെ കീഴിൽ ധീരമായ നേതൃത്വം നൽകി വഫാത്തായി പോയവരുടെ ബറക്കത്ത് കൊണ്ട്, ജീവിച്ചിരിക്കുന്ന സുൽത്താൻ ഉലമയുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു ഹിദായത്തിന്റെ വഴിയിൽ, അഹ്ലുസുന്നയുടെ വഴിയിൽ, ആ പാതയിൽ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.